കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 1, 19 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് നീ ആരാണ് എന്ന് ചോദിക്കാൻ യഹൂദർ ജെറൂസലേമിലേക്ക് പുരോഹിതന്മാരെയും ലേവ്യരെയും അയച്ചപ്പോൾ യോഹന്നാൻ്റെ സാക്ഷ്യം ഇതായിരുന്നു: ഞാൻ ക്രിസ്തു അല്ല. അവൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. അവർ ചോദിച്ചു, എങ്കിൽ പിന്നെ നീ ആരാണ്? ഏലിയായോ? അല്ല എന്നവൻ പ്രതിവചിച്ചു. അവർ വീണ്ടും ചോദിച്ചു, എങ്കിൽ നീ പ്രവാചകനാണോ? അല്ല എന്നവർ മറുപടി നൽകി. അവർ വീണ്ടും ചോദിച്ചു, അങ്ങനെയെങ്കിൽ നീ ആരാണ്? ഞങ്ങളെ അയച്ചവർക്ക് ഞങ്ങൾ എന്ത് മറുപടി കൊടുക്കണം? നിന്നെക്കുറിച്ച് തന്നെ നീ എന്ത് പറയുന്നു? അവൻ പറഞ്ഞു, യെശയ്യാ ദീർഘദർശി പ്രവചിച്ചതുപോലെ, കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ. ഫരിസേയരാണ് അവരെ അയച്ചത്. അവർ അവനോട് ചോദിച്ചു, നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ കാരണമെന്ത്? യോഹന്നാൻ പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകിയിരിക്കുന്നു. എന്നാൽ നിങ്ങളറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്ന യോർദാൻ്റെ അക്കരെ ബെഥാനിയയിലാണ് ഇത് സംഭവിച്ചത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആദ്യ വായന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, യേശുവിൽ വിശ്വസിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. രണ്ടാമത്തെ കാര്യം, യേശുവിൽ നിന്നും അഭിഷേകം പ്രാപിച്ച് അവനിൽ വസിക്കുന്നവരായി നാം മാറണം. വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ടു, യേശുവിൽ വിശ്വസിക്കാത്തവരാണ് അന്തിക്രിസ്തു. വിശ്വസിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടം വളരെ വലുതാണ്. യോഹന്നാൻ 5:24 നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. യോഹന്നാൻ 3:16 യോഹന്നാൻ ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഈ യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകത്തില്ല, അവൻ നിത്യജീവൻ പ്രാപിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പ്രത്യേകം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 9 അതിൻ്റെ 23-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നവർക്ക് സകലതും സാധ്യമാണ്. വിശ്വസിക്കുന്നവർക്കൊന്നും അസാധ്യമാകത്തില്ല. പറയുന്നുണ്ട്, ഈ വിശ്വാസം ഈ ലോക ജീവിതം അനുഗ്രഹപ്രദമാകും, ഈ വിശ്വാസം നിത്യജീവന് നമുക്ക് അർഹത പകരുകയും ചെയ്യും. അത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യേശുവിലുള്ള വിശ്വാസം എന്നത് നാം തിരിച്ചറിയണം. രണ്ടാമതൊരു കാര്യം, 1 യോഹന്നാൻ 2:20-27 വചനങ്ങൾ ഈ അഭിഷേകത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അഭിഷിക്തനായവനിൽ നിന്നും അഭിഷേകം സ്വീകരിച്ചവരാണ് നിങ്ങൾ. ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. ആ തിരിച്ചറിവോടെ നിങ്ങൾ ജീവിക്കണം എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പറയുന്നുണ്ട്, യേശുവിൽ അഭിഷേകം പ്രാപിച്ച് യേശുവിൽ വസിക്കുന്ന വ്യക്തികളാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ട ഒരു വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാൻ്റെ ജീവിതം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇവിടെ ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായ ചില കാര്യങ്ങൾ, ദമ്പതിമാർ വില കൽപ്പിക്കേണ്ട ചില കാര്യങ്ങൾ, മാതാപിതാക്കൾ ജീവിതത്തിൽ ഉണ്ടെന്ന് ഉറപ്പാക്കേണ്ട ചില കാര്യങ്ങൾ. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെയൊക്കെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. വേണം ഈ 3 കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാൻ സാധിക്കും: ഓണസ്റ്റി, ഒത്തൻറ്റിസിറ്റി ആൻഡ് അതോറിറ്റി. ഈ 3 കാര്യങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ആവശ്യമാണ്, ദമ്പതിമാർക്ക് ആവശ്യമാണ്,
മാതാപിതാക്കൾക്ക് അത്യന്താപേക്ഷിതമാണ്. ഓണസ്റ്റി, നമുക്കറിയാം, സത്യസന്ധത. സ്നാപയോഹന്നാൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ഇത് അവനിൽ നിറഞ്ഞു നിന്നു. ഒരു കള്ളത്തരം കാണിച്ച് പ്രശസ്തി ആർജിക്കണം എന്നവൻ ആഗ്രഹിച്ചില്ല. നീയാണോ വരാനിരിക്കുന്ന രക്ഷകൻ എന്ന് ചോദിച്ചപ്പോൾ മൗനം ഭജിച്ചൊന്നുമില്ല. നിങ്ങളായിട്ട് തീരുമാനിച്ചോ എന്ന് പറഞ്ഞൊന്നുമില്ല. അവൻ പറഞ്ഞൊരു കാര്യം അല്ല, അസന്നിഗ്ധം അവൻ പ്രഖ്യാപിച്ചു, ഞാനല്ല. ഈ വരാനിരിക്കുന്ന രക്ഷകൻ്റെ ചെരുപ്പിൻ്റെ വള്ളിയഴിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല. നമ്മളെന്തിനാ ഇല്ലാത്ത നന്മ ഉണ്ടെന്ന് ഭാവിക്കുക? റോമാലേഖനം 12-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ പൗലോസ് പറയുന്നൊരു കാര്യം, ആത്മാവിനാൽ പ്രേരിതനായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഉള്ളതിനേക്കാൾ കൂടുതൽ നന്മ ഭാവിക്കണ്ട. എൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഭാവിച്ചാൽ, അങ്ങനെ നടിച്ചാൽ നമുക്ക് അതിനകത്ത് ഒരുപാട് കാലം നിലനിൽക്കാനൊന്നും പറ്റത്തില്ല. സത്യം പുറത്തു വരും. അതുകൊണ്ട് തന്നെ ഓണസ്റ്റി, സത്യസന്ധത നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യമാണ് ഒത്തൻറ്റിസിറ്റി എന്ന് പറഞ്ഞാൽ വിശ്വാസ്യത. അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ദമ്പതിമാർ അവരുടെ ഇടയിൽ കാത്തു സൂക്ഷിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഓണസ്റ്റി, ഒത്തൻറ്റിസിറ്റി. അതില്ലാതെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. ഇന്ന് ചിലരെ സംബന്ധിച്ചിടത്തോളം സംസാരത്തിൽ പോലും സത്യസന്ധമല്ല, വായെടുത്താൽ നുണ പറയും. ഇനി അങ്ങനെയുള്ളവരെ തിരിച്ചറിയുന്നവർക്ക് എങ്ങനെ അവരെ പ്രശംസിക്കാൻ പറ്റും, അംഗീകരിക്കാൻ പറ്റും? അവർ പറയണതൊന്നും വിശ്വാസ്യതയുള്ള കാര്യമല്ല എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്, ഒഥോറിറ്റി, അധികാരം. യേശു പ്രസംഗിച്ചപ്പോൾ ജനം വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവൻ നമ്മുടെ ഫരിസേയരും നിയമജ്ഞരും പോലെയല്ല സംസാരിക്കുന്നത്, അധികാരമുള്ളവനെ പോലെയാണ്. എങ്ങനെയാണ് ഈ അധികാരം യേശുവിന് ലഭിച്ചത് എന്നറിയാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. യേശു പറഞ്ഞത് ജീവിച്ച കാര്യങ്ങളാണ്. പലരും ഉപദേശം ഇഷ്ടം പോലെ കൊടുക്കും, അതനുസരിച്ച് വേണമെങ്കിൽ ജീവിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് അവരുടെ മക്കളുടെ മുമ്പിൽ ഒരധികാരമില്ല, ആത്മീയ അധികാരമില്ലാതെ പോകുന്ന അവസ്ഥ. യേശുവിന് അങ്ങനെയല്ല. യേശുവിന് ഈ അധികാരമുണ്ടായിരുന്നു. അത് അപ്പസ്തോലന്മാരുടെ ശിഷ്യന്മാരുടെ ഇടയിൽ മാത്രമല്ല, വിജാതീയരുടെ ഇടയിൽ പോലും ഈ അധികാരം. അതുകൊണ്ടാണ് അവർ വിളിച്ചു പറഞ്ഞത്, ഇവൻ അധികാരമുള്ളവനെ പോലെയാണ് പ്രസംഗിക്കുന്നത് എന്ന്. ഇന്നത്തെ ആത്മീയ ഭോജ്യത്തിലാണേലും ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യം ഇതാണ്, മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ നിങ്ങളെ അനുകരിച്ചാൽ എങ്ങനെയിരിക്കും? മാതാപിതാക്കൾ അധികാരമുള്ളവരാണെങ്കിൽ ഒരു കുഴപ്പമില്ല. നമുക്ക് കാണാൻ സാധിക്കും, യോഹന്നാൻ്റെ സുവിശേഷം 13 അതിൻ്റെ 15-ാമത്തെ വചനമെടുത്താൽ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. യേശു പറഞ്ഞത്, ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകി, അത് അനുകരിക്കുക. അത് അനുകരിച്ചാൽ നിങ്ങൾക്ക് നഷ്ടമൊന്നും വരത്തില്ല, നേട്ടമേ ഉണ്ടാകത്തുള്ളൂ. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് ഒരു മാതൃക നൽകി കർത്താവ് പറഞ്ഞ ഒരു കാര്യം. 1 കൊരിന്ത്യർ 11-ാം അധ്യായം 3-ാമത്തെ വചനമെടുത്താൽ 1-ാമത്തെ വചനം, 1 കൊരിന്ത്യർ 11:1, അവിടെ പൗലോസ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്കെന്നെ അനുകരിക്കാം. കാരണം ഞാൻ യേശുവിനെ അനുകരിക്കുന്ന വ്യക്തിയാണ്. എത്ര മാതാപിതാക്കൾക്ക് ധൈര്യമായിട്ട് ഇത് പറയാൻ പറ്റും? നിങ്ങൾക്കെന്നെ അനുകരിക്കാം, എൻ്റെ സംസാര രീതി അനുകരിക്കാം, എൻ്റെ പ്രവൃത്തികൾ നിങ്ങൾക്ക് അനുകരിക്കാം എന്ന് പറഞ്ഞാൽ, ചിലരെങ്ങനെയെങ്ങാനും പറഞ്ഞ് മക്കളത് അനുകരിച്ചാൽ അവർ മദ്യപാനികളായി മാറും, നുണ പറയുന്നവരായി മാറും, കള്ളത്തരം കാണിക്കുന്നവരായി മാറും. കാരണം ഇതൊക്കെയായിരിക്കും മാതാപിതാക്കൾ ചെയ്യുന്നത്. പക്ഷേ നല്ല മാതാപിതാക്കൾക്ക് മക്കളോട് ധൈര്യമായിട്ട് പറയാൻ പറ്റും, നിങ്ങൾക്കെന്നെ അനുകരിക്കാം, കാരണം ഞാൻ യേശുക്രിസ്തുവിനെ അനുകരിക്കുന്ന വ്യക്തിയാണ്. ഇതാണ് പൗലോസ്ലീഹ പറഞ്ഞത് എന്ന് നമുക്ക് വചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ തന്നെ നമുക്ക് കാണാവുന്നൊരു വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ. അവൻ്റെ മനോഭാവം നമുക്കറിയാം. യോഹന്നാൻ 3:30 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ വളരണം, യേശു വളരണം, ഞാൻ കുറയണം. ഈ ഒരു എളിമ, ഈ ഒരു സ്വയം ശൂന്യവൽക്കരിക്കാനുള്ള മനോഭാവം, ഇതൊക്കെ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് നമ്മുടെ സാന്നിധ്യം എത്ര അനുഗ്രഹപ്രദമാകും എന്നുള്ളത്
നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പകരം അസൂയയും കടുത്ത സ്വാർത്ഥതയുമാണ് നമ്മുടെ ജീവിതത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ നമ്മൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ക്രമക്കേടുകൾ ഉണ്ടാകും, ദുഷ്കർമ്മങ്ങൾ മുളയെടുക്കും. അത് വരാതിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിന് തീരുമാനമെടുത്ത് ഈ ബലിയിൽ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.